എൻ്റെ നല്ലയമ്മ. അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ, അമ്മേ നിന്നുടെ പാദത്തിങ്കൽ ചേർന്നിരുന്നോട്ടെ. എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ, എന്നുടെ വേദനയെല്ലാം അമ്മേ നിന്നോടു ഞാനൊന്നു ചൊല്ലട്ടെ. എൻ്റെ നല്ലയമ്മ. പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഒരു അനുഭവമായി തീർന്നപ്പോൾ, ജീവിതത്തിലൊരു യാഥാർത്ഥ്യമായി അനുഭവപ്പെട്ടപ്പോൾ, തീർച്ചയായും ഈ അമ്മയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, ഈ അമ്മയുടെ സ്നേഹം എല്ലാവരും അറിയണം എന്ന വലിയ ഒരു ആഗ്രഹം ഉള്ളിലുദിച്ചു. മരിയ ഭക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വൈകാരിക ഭക്തിയായി തരം താഴുന്ന കാഴ്ചകൾ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ഭക്തിയായിട്ടോ അല്ലെങ്കിൽ വൈകാരിക തലത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ അനുഭൂതിയായിട്ടോ ഒക്കെ തീരേണ്ടതല്ല മരിയ ഭക്തി. ഒരു വലിയ സത്യം സഭ പഠിപ്പിക്കുന്നുണ്ട്. പോളാറാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായും പറയുന്നുണ്ട്, യഥാർത്ഥ മരിയ ഭക്തി നമ്മെ പരിശുദ്ധ തൃത്വത്തിലേക്ക് ആനയിക്കും. യഥാർത്ഥ മരിയ ഭക്തി നമ്മെ പരിശുദ്ധ തൃത്വത്തിലേക്ക് ആനയിക്കും. അതെത്രയോ വലിയ സത്യമാണ്. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് പലരും പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തെ അധിക്ഷേപിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയും പരിശുദ്ധ തൃത്വത്തിലേക്കല്ലാതെ അവിടെ തന്നെ അടിഞ്ഞുകൂടുന്നില്ല. യഥാർത്ഥത്തിൽ അമ്മയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും അമ്മയോട് കൂടെ ജീവിക്കാനും ഒക്കെ സാധിച്ചപ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കലവറ അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം സ്നേഹമാണ് എന്ന് ദൈവവചനം പറയുമ്പോൾ ആ യാഥാർത്ഥ്യം ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത് ഈ അമ്മ യഥാർത്ഥത്തിൽ പിതാവിനെ പരിചയപ്പെടുത്തുമ്പോഴും പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ്. അതുപോലെ തന്നെ തൻ്റെ പുത്രനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ അമ്മയോളം അനുഭവജ്ഞാനം ആർക്കാണുള്ളത്? 10 മാസം ഉദരത്തിൽ കൊണ്ടു നടന്ന് കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് പോറ്റി വളർത്തിയ ആ മകൻ്റെ കൂടെ കഴിഞ്ഞ അമ്മ, ആ അമ്മയുടെ ഉദരത്തിൽ കഴിഞ്ഞ മകൻ, അമ്മയേക്കാൾ ആർക്കാണ് ഒരു അനുഭവജ്ഞാനം യേശുവിനെക്കുറിച്ചുണ്ടാകുക? ആ യേശുവിനെ ശരിക്ക് വെളിപ്പെടുത്തി തരാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവും അനുഭവവും യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ആത്മാവിൻ്റെ ആ അഭിഷേകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുക്കും തോറും
പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയുമാണ് അറിയുന്നതും അനുഭവിക്കുന്നതും. ഈ ഒരു സത്യം സഭയുടെ പ്രബോധനങ്ങളിലൂടെയും വ്യക്തിപരമായി അമ്മയോടുള്ള ആ ബന്ധത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞതിലൂടെയും അത് പകർന്നു കൊടുക്കണം എന്ന ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായി. അതിനുവേണ്ടി മരിയൻ ധ്യാനങ്ങൾ ആരംഭിച്ചു. മരിയൻ ധ്യാനങ്ങൾ ആരംഭിക്കും മുമ്പ് അതിനുവേണ്ടി ധാരാളം ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ മരിയൻ ധ്യാനം ആരംഭിക്കുമ്പോൾ അത് ഒരു തനിമയോടെ ആയിരിക്കണമെന്ന് ദൈവാത്മാവിൻ്റെ ഒരു പ്രേരണയനുസരിച്ച് മാതാവിനെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുമായി വിശുദ്ധർക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ സഭ പഠിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് മനുഷ്യർക്ക് അനുഭവവേദ്യമായ രീതിയിൽ പകർന്നു കൊടുക്കാൻ ഒരു ഒരുക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊളുത്തുവായിലെ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ പോയി ധ്യാനിക്കുന്ന ഒരു അവസരം. വളരെയേറെ മാതാവിനെ സ്നേഹിക്കുകയും വലിയ മരിയ ഭക്തനുമായ ബഹുമാനപ്പെട്ട വർക്കിയച്ചൻ അച്ഛനുമായിട്ട് ഈ ആഗ്രഹത്തെയും അനുഭവത്തെയും ഒക്കെ ഹൃദയം തുറന്ന് പങ്കുവച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മരിയ ഭക്തിയും മാതാവിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രബോധനങ്ങളും, പ്രത്യേകിച്ചും മറിയം ആദ്യത്തെ കരിസ്മാറ്റിക്കാണ് എന്നൊക്കെ അച്ഛൻ വ്യക്തമായും പഠനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആ അനുഭവങ്ങളുമൊക്കെ അമ്മയെ അറിയാൻ ഒരു ആത്മീയ ഗുരുവിൻ്റെ അരികിലേക്ക് ഞാൻ ചെന്നത് വർക്കിയച്ഛൻ്റെ അരികിലേക്കാണ്. എൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അവസരത്തിൽ അച്ഛൻ ഒരു ദിവസത്തെ പ്രഭാതത്തിലെ ബലിയർപ്പണത്തിൽ എന്നോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. തലേ രാത്രിയിൽ അടുത്ത ദിവസം രാവിലെ വിശുദ്ധ കുർബാനയിൽ ബലിയർപ്പിക്കണമെന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കണമെന്നും അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ വലിയ സന്തോഷം തോന്നി. ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ആ രാത്രിയിൽ ധാരാളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വന്ന 10 ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ അന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ പങ്കുവച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ 10 മുഹൂർത്തങ്ങൾ. ഈ 10 മുഹൂർത്തങ്ങളെ 10 ചോദ്യങ്ങളായി എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും നല്ല വാർത്ത ഏതാണ്? പുതിയ നിയമത്തിലേതാണ് ചോദ്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും നല്ല വാർത്ത മംഗളവാർത്തയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കണ്ടുമുട്ടൽ ഏതാണ്? തീർച്ചയായും പരിശുദ്ധ അമ്മ എലീശോമയെ സന്ദർശിക്കുന്ന അനുഭവമാണ്. മൂന്നാമതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും സുന്ദരമായ കീർത്തനം, അത് പരിശുദ്ധ അമ്മ ആലപിക്കുന്ന സ്തോത്രഗീതമാണ്. നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും വലിയ സംഭവം അത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. അഞ്ചാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ കാഴ്ച സമർപ്പണം, അത് യൗസേപ്പിതാവും മാതാവും യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്ന ആ സംഭവമാണ്. പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തെ ദൈവമാതാവ് കാഴ്ചയർപ്പിക്കുന്നു. ആറാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ ഒരു അന്വേഷണം ഏതാണ്? അത് തീർച്ചയായിട്ടും ഈശോയും മാതാവും ഉണ്ണിയേശുവിനെ അന്വേഷിക്കുന്ന അന്വേഷണമാണ്. ഏഴാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ആദ്യത്തെ അത്ഭുതം ഏതാണ്? അത് കാനായിലെ കല്യാണ വിരുന്നാണ്. എട്ടാമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ദയനീയമായ ചിത്രം ഏതാണ്? അത് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ കുരിശിൽ കിടന്ന് പിടയുന്ന മകനെ നോക്കുന്ന ആ ചിത്രമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ദയനീയമായ ഒരു ചിത്രം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും വേദനാജനകമായൊരു കണ്ടുമുട്ടൽ ഏതാണ്? അത് കുരിശിലേക്കുള്ള യാത്രയിൽ ഈശോയും അമ്മയും കണ്ടുമുട്ടുന്ന അനുഭവമാണ്. പത്താമത്തെ ചോദ്യം, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ശക്തമായ സമൂഹ പ്രാർത്ഥന ഏതാണ്? അത് പെന്തക്കോസ്തായിലെ പ്രാർത്ഥനയാണ്.
ആ രാത്രിയിൽ ഈ 10 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്താണ് അതിൻ്റെ സവിശേഷത? ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഈ 10 മഹനീയ മുഹൂർത്തങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. എനിക്ക് ലഭിച്ചൊരു ബോധ്യം ഇതാണ്: സുവിശേഷത്തിൽ നിന്ന് ഈ അമ്മയെ നീക്കാൻ പറ്റില്ല. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ അമ്മയെ നീക്കാൻ പറ്റില്ല. യേശുവിനോടൊത്തുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ അമ്മയെ നീക്കാൻ പറ്റില്ല. അതൊരു വലിയ ബോധ്യമായിരുന്നു. അത് എനിക്ക് ഒരു കരുത്ത് നൽകി അമ്മയെക്കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കാൻ. അങ്ങനെയാണ് മരിയൻ ധ്യാനങ്ങളിലേക്ക് ഞാൻ തിരിയുന്നത്. ഏറ്റവും മനോഹരമായ പരിശുദ്ധ അമ്മയുടെ ആ മാതൃത്വ ശക്തി, ആ സ്നേഹത്തിൻ്റെ രുചി, അമ്മയുടെ മാധ്യസ്ഥമൊക്കെ അനുഭവിച്ച് അത് പങ്കുവയ്ക്കാനുള്ള ഒരു ആരംഭമായിരുന്നു അത്. എൻ്റെ മരിയൻ ധ്യാനങ്ങൾ യഥാർത്ഥത്തിൽ വലിയ അനുഭവങ്ങളാണ്. 2000 മുതൽ ബ്രദർ അനി ജോർജും ഞാനും ചേർന്ന് മെഡോണ ധ്യാന കേന്ദ്രത്തിൽ മരിയൻ ധ്യാനങ്ങൾ ആരംഭിച്ചു. നേരത്തേക്ക് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയെ അനുഭവിച്ചറിഞ്ഞത് പകർന്നു കൊടുക്കാൻ, അത് തനിമയിൽ പകർന്നു കൊടുക്കാനാണ് വ്യക്തിപരമായി പ്രാർത്ഥിച്ച് ഒരുങ്ങി അത്തരം ഒരു ധ്യാനാനുഭവത്തിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ആ ധ്യാനങ്ങളുടെ ലക്ഷ്യം വിശുദ്ധ ബെർണാർദിൻ്റെ മുദ്രാവാക്യമായിരുന്നു: ആദ് യേസും പെർ മറിയാം. മറിയത്തിലൂടെ യേശുവിലേക്ക്, പരിശുദ്ധ അമ്മയിലൂടെ യേശുവിലേക്ക് ദൈവമക്കളെ നയിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ധ്യാനം ആരംഭിച്ചത്. വാസ്തവത്തിൽ അത്ര സുഗമമായിരുന്നില്ല മരിയൻ ധ്യാനങ്ങൾ. ധ്യാന അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആരംഭം മുതലേ ഒരു വലിയ സത്യം മനസ്സിലായി: പരിശുദ്ധ അമ്മയെ ഏറ്റവും അധികം ഭയപ്പെടുന്നതും എതിർക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് തന്നെ മറിയത്തെ അറിയിക്കുക, മറിയത്തെക്കുറിച്ച് പറയുക എന്ന് പറയുന്നത് അവന് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മറിയത്തെ അവൻ ഭയപ്പെടുന്നു. ദൈവം ആദ്യമായി സുവിശേഷം അറിയിച്ചത് ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് അതിൻ്റെ ഉത്തരം. 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതയുളവാക്കും. അതിനുശേഷം രക്ഷകനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുന്നു: അവളുടെ സന്തതി നിൻ്റെ തല തകർക്കും. പ്രോട്ടോ ഗോസ്പൽ, പ്രഥമ സുവിശേഷം എന്ന് പറയുന്ന ഈ തിരുവചനം, ദൈവം ഇത് പറയുന്നത് സാത്താനോടാണ്. അന്നു മുതൽ അവൻ്റെ ഒന്നാമത്തെ ശത്രുവാണ് മറിയം. അതുകൊണ്ട് തന്നെ മറിയത്തെ അവൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുക, അമ്മയെ സ്നേഹിക്കുക, അമ്മയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസകരമായ അനുഭവമാണ്. ആ കാലഘട്ടത്തിൽ ധാരാളം ധ്യാനങ്ങൾ വിവിധങ്ങളായ പേരുകളിൽ, ഒരു കാലഘട്ടത്തിൽ ധ്യാനങ്ങളുടെ പേരുകൾ ഒരു പ്രമാദമായ വിഷയമായിരുന്നു. പുതിയ പുതിയ പേരുകളിലുള്ള ധ്യാനങ്ങൾ. അപ്പോൾ മരിയൻ ധ്യാനം എന്ന് പറയുന്നതിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്തത് 12 പേരാണ്. വലിയ ഒരു മടുപ്പ് തുടക്കത്തിലെ തന്നെ, വേണ്ടെന്ന് വെക്കുക എന്നുള്ള ഒരു ചിന്ത. അപ്പം മനസ്സിൽ ഉദിച്ച ഒരു ചിന്തയാണ്, ഈശോ പറയുന്നത് പോലെ ഞാൻ 12 പേരെ വെച്ചുകൊണ്ടാണല്ലോ ഈ പരിപാടി ആരംഭിച്ചത്. അന്ന് അതിൽ പങ്കെടുത്ത ഒരു അക്രൈസ്തവ യുവതി വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീടുള്ള ഓരോ മരിയൻ ധ്യാനത്തിലും വാസ്തവത്തിൽ മാതാവിനെക്കുറിച്ച് പറയുക, അതിന് വലിയ തടസ്സങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഓരോ ധ്യാനങ്ങളും അവസാനിക്കുമ്പോൾ മരിയൻ ധ്യാനങ്ങളിൽ
സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം മാനസാന്തരമാണ്. പാപബോധത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് മനുഷ്യർ കടന്നു വരുന്നു. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നു. വലിയ ഒരു പാപമോചന അനുഭവമാണ് വാസ്തവത്തിൽ മരിയൻ ധ്യാനങ്ങളിൽ പ്രകടമായി കണ്ടിരുന്ന അത്ഭുതം. അനേകർക്ക് ജീവിതത്തിൽ അത് ആശ്വാസം കൊടുത്തിട്ടുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ വാസ്തവത്തിൽ ഈ മരിയൻ ധ്യാനങ്ങളിലൂടെ അനേകരെ പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് നയിക്കാൻ ശ്രമിച്ചപ്പോൾ ധാരാളം പ്രലോഭനങ്ങളെയും പീഡനങ്ങളെയും തെറ്റിദ്ധാരണകളെയും എതിർപ്പുകളെയും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വാസ്തവത്തിലൊരു ആത്മീയ യുദ്ധം ഈ മരിയൻ ധ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ വളരെയേറെ തെറ്റിലേക്ക് നയിക്കാവുന്ന പീഡനങ്ങളും പ്രലോഭനങ്ങളും ഇതൊക്കെ അതിജീവിച്ച് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മയോടുകൂടെ സഞ്ചരിക്കുമ്പോൾ പിശാചിൻ്റെ തല തകർക്കുന്നവൾ എന്ന ആ നാമധേയം അത് പരിശുദ്ധ അമ്മയ്ക്ക് എത്രയോ ഭൂഷണമാണ്. ആ അമ്മയോട് ചേർന്ന് ദൈവരാജ്യം സ്ഥാപിക്കാൻ ആദ്യമായി പിശാചിൻ്റെ തല തകർക്കുക എന്ന ഒരു ദൗത്യം ആത്മീയ ശുശ്രൂഷയ്ക്കുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ആരാണ് ശത്രു എന്നറിയാതെ പരസ്പരം മല്ലടിക്കുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ ഏദൻ തോട്ടം മുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ആ സാത്താൻ ഇന്നും മനുഷ്യമക്കളെ, ദൈവമക്കളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. ഇവിടെ പിശാചിൻ്റെ തല തകർക്കാൻ ഏറ്റവും ശക്തമായ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയ്ക്കുണ്ട് എന്ന് ഓരോ മരിയൻ ധ്യാനങ്ങളും ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എൻ്റെ മരിയൻ ധ്യാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരാളം കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങൾ പ്രാർത്ഥനയില്ലാതെ വഴിതെറ്റിപ്പോയിരുന്നു. അതുപോലെ തന്നെ യുവജനങ്ങൾ ഈ അമ്മയെ അടുത്ത് അറിയാൻ തുടങ്ങുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം അവരിൽ ജനിപ്പിക്കാൻ മരിയൻ ധ്യാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഈ വലിയ ഇടപെടൽ അത് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ പലയിടങ്ങളിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ പുത്രനിലേക്ക് മക്കളെ ആനയിക്കുകയാണ്. പാപത്തെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ ആഹ്വാനമാണ് അമ്മ തരുന്നത്. പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ കുഞ്ഞുനാളിലെ തന്നെ ഉള്ളിലെടുത്ത ഒരു പ്രതിജ്ഞ പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയുടെ ആപ്തവാക്യമായിരുന്നു എന്ന് കേട്ടപ്പോൾ അഭിമാനം തോന്നിയിട്ടുണ്ട്. തോത്തുസ് തൂസ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധരായ ആ പുണ്യപിതാവിൻ്റെ ആദർശവാക്യം തോത്തുസ് തൂസ്, മുഴുവനായും നിൻ്റേത്, ഞാൻ മുഴുവനായും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റേതാണ്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും മുഴുവനായും ഈ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ എത്രയോ സൗഭാഗ്യകരമായ അനുഭവമാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അതിരാവിലെ ഉണരുമ്പോഴും രാത്രി കിടന്നുറങ്ങും മുമ്പും സെമിനാരി പരിശീലന കാലഘട്ടം മുതൽ 23-ാം സങ്കീർത്തനം ആലപിക്കാറുണ്ട്. ഒപ്പം എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയും. എന്നാൽ അത് വിശുദ്ധ ബെർണാർദിൻ്റെ പ്രാർത്ഥനയാണ്. സ്വന്തമായി എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടാകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. 2003 ഫെബ്രുവരി മാസത്തിൽ 11-ാം തീയതി ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തെപ്പോലെ മനസ്സിൽ വന്നൊരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഈ പങ്കുവയ്ക്കൽ അവസാനിക്കുമ്പോൾ ആ പ്രാർത്ഥന അത് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ അമ്മയുടെ മഹത്വത്തിന്, അമ്മയിലൂടെ പരിശുദ്ധ ത്രിത്വം മഹത്വപ്പെടുന്നതിന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അത് സ്വജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ആദർശവാക്യം
ടു ഡു ദ വിൽ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുക. നിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന അമ്മ പറഞ്ഞ വാക്കുകൾ, അത് ജീവിതശൈലിയായി ജീവിക്കാനുള്ള വലിയ ഒരു ആഗ്രഹം, ദാഹം ഉള്ളിലുണ്ട്. പരിശുദ്ധ അമ്മയോട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന, എനിക്ക് എൻ്റെ ഉള്ളിൽ വിരിഞ്ഞ ആ മരിയൻ സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവമാതാവായ മറിയം എൻ്റെ അമ്മയാണ്. ദൈവപിതാവ് നൽകിയ സമ്മാനമാണ്. യേശുവിലേക്ക് അമ്മ എന്നെ നയിക്കും. പരിശുദ്ധാത്മാവിൽ അമ്മ എന്നെ വഴി നടത്തും. അമ്മ എന്നെ ബലപ്പെടുത്തുകയും തൻ്റെ നാമം പോലെ എന്നെ ധന്യനാക്കുകയും ചെയ്യും. അമ്മ എൻ്റെ കൂടെയുള്ളതിനാൽ പിശാചിൻ്റെ ശക്തിയെ ഞാൻ ഭയപ്പെടുകയില്ല. അമ്മ നൽകുന്ന ജപമാലയാകുന്ന ആയുധം എനിക്ക് ആശ്വാസം നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനും കൃപകളാൽ നിറയുന്നതിനും അമ്മ എനിക്കായി മാധ്യസ്ഥം വഹിക്കും. അമ്മയുടെ മേലങ്കിക്കുള്ളിൽ സകലരെയും ഞാൻ കൊണ്ടുവരും. അമ്മയോട് ചേർന്ന് പിശാചിൻ്റെ തല ഞാൻ തകർക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ നിൻ